സർ, കിഫ്ബി വഴിയുള്ള വികസന ചെലവ് മേൽപ്പറഞ്ഞതിന് പുറമെയാണ്. സർ, ചുരുക്കത്തിൽ സർക്കാരിന്റെ വികസന ചെലവുകളുടെ കാര്യത്തിൽ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല. മറിച്ച് വികസന ചെലവുകൾ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വളരുകയാണ് ചെയ്തത്. സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിലും സർക്കാരിന്റെ വികസന ചെലവുകൾ കുറഞ്ഞു എന്ന് പറയില്ല. അതുതന്നെയാണ് സർക്കാർ വകുപ്പുകളുടെ സ്ഥിതിയും. എല്ലാ പ്രദേശത്തും എല്ലാ വകുപ്പുകളിലും കേരളം പുതിയ നോർമൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. കടുത്ത കേന്ദ്ര അവഗണന ഉണ്ടായിട്ടും എങ്ങനെ പിടിച്ചു എന്നതിലാണ് ചിലർക്ക് കുണ്ഠിതം. അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. തനത് വരുമാനം ഉയർത്തിക്കൊണ്ടാണ് പിടിച്ചു എന്നതെന്ന് പറഞ്ഞല്ലോ. സർ, അവഗണനയ്ക്കിടയിൽ എങ്ങനെ പിടിച്ചു എന്ന ചോദ്യമല്ലേ യഥാർത്ഥത്തിൽ നാം ചോദിക്കേണ്ടത്. കടുത്ത അവഗണന ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം എത്രത്തോളം ഉയരുമായിരുന്നു എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത്. അവഗണനയുടെ കഥയിലേക്ക് പിന്നീട് വരാം. കേരളം കടം കയറി തളർന്നിരിക്കുന്നു എന്ന ആക്ഷേപം അല്പം കാര്യഗൗരവമുള്ള ആരും ഇന്ന് ഉന്നയിക്കുന്നില്ല. ധന ഉത്തരവാദിത്ത നിയമത്തിന്റെ പരിധി വിട്ട് കടം വാങ്ങാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ കടപരിധിയുടെ കാര്യത്തിൽ പല തൊടുന്യായങ്ങളും പറഞ്ഞ് കൂടുതൽ വെട്ടിക്കുറവ് വരുത്തുന്നു എന്നത് സത്യമാണ്. കേരളത്തിന്റെ കടത്തെപ്പറ്റിയുള്ള 2-3 പതിറ്റാണ്ട് കാലത്തെ സ്ഥിതിവിവരം നോക്കുന്നവർക്ക് കൃത്യമായി അറിയാം. ഓരോ 5 വർഷത്തിലും സഞ്ചിത കടം ഇരട്ടിയാവുകയാണ് പതിവ്. മുൻ സർക്കാരിന്റെ തുടക്കത്തിൽ 1,57,370 കോടി രൂപയായിരുന്നു. ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴേക്കും അത് 2,96,901 കോടി രൂപയായിരുന്നു. 2024-25 കടം 4,35,314 കോടി രൂപയായി. 25-26 ഈ ബജറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന കടത്തിന്റെ സംഖ്യ 4,88,910 കോടി രൂപയാണ്. സർ, കടം ഇരട്ടിച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് 5,93,802 കോടി രൂപയിൽ എത്തണമായിരുന്നു. സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിക്കുള്ളിലാണ് എന്നത് നിലവിൽ ഉപയോഗിക്കുന്ന ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും വ്യക്തമാവും. കേരളത്തിന്റെ കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം ഇപ്പോൾ 33.44%. കേരളത്തിന്റെ കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം 2021 38.47% 4 വർഷം കൊണ്ട് 5%-ഓളമാണ് സർ കുറഞ്ഞത്.